ഹലോ കൂട്ടുകാരെ, ഞാൻ ജിനു പ്രിറ്റി. വെൽക്കം ബാക്ക് ടു ജിനു പ്രിറ്റി ഹോം യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വരുന്നത് കൊണ്ട് ഞാനൊരു നുറുങ്ങലരി അല്ലെങ്കിൽ ഉണക്കലരി എന്ന് പറയും. ഇത് നമുക്ക് അരിയിൽ നിന്നും കിട്ടുന്ന ചെറിയ തരിതരി പോലെയുള്ള അരിയാണ്. ഇത് കടയിൽ വാങ്ങാനൊക്കെ കിട്ടും. അപ്പം ഞാൻ ആ നുറുങ്ങലരി വെച്ചാണ് ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. നുറുങ്ങലരി അല്ലെങ്കിൽ ഉണക്കലരി എന്ന് ഇതിനെ പറയും. അപ്പം ഇതുകൊണ്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞാനിതൊരു 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ 1.5 ഗ്ലാസ് എടുക്കുമ്പോൾ 4-5 പേർക്ക് നന്നായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഈ ഓണത്തിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ആദ്യം അരി നന്നായിട്ട് കഴുകി നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ട് ഒരു കുക്കർ എടുത്ത് കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഈ അരി അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. വെള്ളമയം ഉണ്ടെങ്കിൽ പോകാനായിട്ടാണത്. അപ്പം നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. കുറച്ച് കൂടുതൽ നെയ്യ് എടുക്കേണ്ടവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യ് എടുക്കുക. അപ്പോൾ എന്തായാലും അതിലേക്ക് അരിയിട്ട് ചൂടാക്കി ആ വെള്ളമെല്ലാം ഒന്ന് വാലാൻ വെക്കുക. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ 3-ാം പാൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ 3-ാം പാൽ ഈ ഇപ്പം വെള്ളം ഒഴിച്ചതിന് പകരം 3-ാം പാൽ ഒഴിച്ച് നമുക്കിത് വേഗം വെക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടുക. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കുക്കർ അടച്ച് ഒരു 4 വിസിൽ വിടാനായിട്ട് വെക്കുക. ആ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കി വെക്കാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം ആ അളവിനുള്ള ശർക്കര എടുത്ത് ഉരുക്കാൻ വെക്കുക. അതേപോലെ തേങ്ങാ ചിരണ്ടി 1-ാം പാൽ 2-ാം പാലും എടുത്ത് വെക്കുക. ഞാനിതിൽ ഒത്തിരി ശർക്കര ഇടുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള ശർക്കര എടുക്കുക. ശർക്കര എടുക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യൊഴിച്ച് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത്, കപ്പലണ്ടി, ഉണക്കമുന്തിരി, നമുക്കിഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർക്കുക. ഇതിൽ ചിലർ വെളുത്ത എള്ളെല്ലാം ചേർക്കും. അതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് മൂത്ത് വരണം. തേങ്ങ ഇടുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണക്കമുന്തിരി ഒന്നും ഇടരുത്. ഉണക്കമുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കപ്പലണ്ടിയും ബാക്കിയുള്ള നട്ട്സ് ഒക്കെ ഇടുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെളുത്ത കളർ എള്ളിടണമെങ്കിൽ ഇടാം. അതെന്നിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ശർക്കര പാനിയിലേക്ക് 2-ാം പാൽ ഒഴിച്ചാണ് ഇപ്പോൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഈ അതേ പാനിലോട്ട് തന്നെ ശർക്കര പാനി ഊറ്റിയായിരുന്നു. അതിലേക്ക് എടുത്തു വെച്ചിരുന്ന 2-ാം പാൽ ഊറ്റി അതൊന്ന് തിളപ്പിക്കാൻ വിട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുങ്ങലരി ചേർക്കുന്നത്, അല്ലെങ്കിൽ ഉണക്കലരി ചേർക്കുന്നത്. ഇതിപ്പോൾ ഇച്ചിരി കട്ട കെട്ടി കിടക്കും. അപ്പം നമ്മൾ സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഉടച്ചു വിടണം. തീ ഇച്ചിരി ഫ്ലെയിം ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് സ്പൂണ് കൊണ്ട് അതൊന്ന് ഇളക്കി വിടുക. ഇപ്പം എൻ്റെ ഈ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണത്തിന് ഇലയിൽ വിളമ്പാം എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ഒരു രീതിയിൽ കുറുകി വന്നാൽ മതി. കാരണം ഇതൊന്ന് അടച്ചു വെക്കുമ്പോൾ ഇനി കുറച്ചും കൂടി അത് ഇറുകും. അപ്പോൾ ഞാനിപ്പോൾ 1-ാം പാൽ ഊറ്റി ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പായസം. അപ്പോൾ ഞാൻ 1-ാം പാൽ ഊറ്റി ഒന്ന് ചെറുതീയിലിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. അതിലേക്ക് ഇപ്പോൾ പഞ്ചസാര മധുരം നിങ്ങൾ നോക്കണം, എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കറക്റ്റ് ആക്കണം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ചേർക്കുവാണ്. തേങ്ങാക്കൊത്തും എല്ലാം ഇപ്പോൾ നമ്മൾ ചേർക്കുവാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് 5-6 ഏലക്കായ്ക്കകത്ത് ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചു വെക്കണം. ഏലക്ക നന്നായിട്ട് പൊടിയണമെങ്കിൽ അതിൽ ഇച്ചിരി പഞ്ചസാര ചേർത്തൊന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അപ്പോൾ അതും ഇപ്പം ഞാൻ ചേർക്കുവാണ്. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്തേക്കുന്നത്. ഇതെല്ലാം ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെറു തീയിൽ ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇപ്പം പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഓണത്തിന് ഇത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ.